ഹലോ ഗൈസ്, നമ്മളിന്ന് എന്തായാലും ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലെ ഒരു പൂച്ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഇൻഡോർ പൂച്ചട്ടിയായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇതുപോലൊരു കവറാണ്. നിങ്ങൾ സാധാരണ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലത്തെ കവർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ പൊട്ടിച്ചൊക്കെ കളിക്കാറുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ടൈപ്പ് കവറാണ് കേട്ടോ ഇത്. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇതും പിന്നെ കുറച്ച് സിമെൻറ്റും മാത്രമേ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുന്ന വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വിടുക. എന്നാൽ മാത്രമേ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ എന്തായാലും സമയങ്ങളായി തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതുപോലൊരു ചെറിയ പ്ലാസ്റ്റിക് പാത്രമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പ്ലാസ്റ്റിക് പാത്രമാണോ ഉള്ളത് അത് അങ്ങോട്ട് എടുക്കുക. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു കവറാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പൊട്ടിച്ചൊക്കെ കളിക്കില്ലേ മുമ്പ്, അങ്ങനത്തെ കവറാണ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉണ്ട് വീട്ടിലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ബോക്സിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നോക്കുക, ഇതുപോലത്തെ കവർ കിട്ടും. നമ്മൾ ആ കവർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം ആദ്യം. അതിന് ശേഷം നമ്മൾ എടുക്കാൻ പോണത് കുറച്ച് സിമെൻറ്റും മണലും കൂടെ മിക്സ് ചെയ്താണ്. അപ്പോൾ നമ്മളിത് ഒരു ചിരട്ട സിമെൻറ്റിന് 3 ചിരട്ട മണൽ എന്നുള്ള അളവിലാണ് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അതിന് ശേഷം നമ്മൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല കൺസിസ്റ്റൻസിയിൽ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ച നമ്മുടെ കവർ ഉണ്ടല്ലോ, അതിന് മുകളിലോട്ട് നമ്മൾ ഈ ഒരു മിക്സ് ചെയ്ത് വെച്ച സിമെൻറ്റ് കൂടെ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പം അത്യാവശ്യം നമ്മൾ ഏകദേശം ഹാഫ് ഇതുവരെ ഇട്ട് കൊടുക്കാൻ പോകാം കേട്ടോ. ഈ ഒരു പാത്രത്തിൻ്റെ ഹാഫ് വരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ അതിനേക്കാളും കുറച്ചുകൂടെ ചെറിയൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതും പ്ലാസ്റ്റിക് പാത്രം തന്നെയാണ്. അതിൻ്റെ ചുറ്റും നമ്മൾ ഇതുപോലെ എണ്ണ തേച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ നമുക്ക് ഇതിനുള്ളിലോട്ട് ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കാം. അപ്പോൾ പറ്റുന്ന അത്ര ചെറുതായി ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് പ്രസ് ചെയ്യരുത്, കാരണം അതിൻ്റെ താഴെ മുട്ടരുത്. ഏകദേശം കുറച്ചൊരു ഇതുപോലെ നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കറക്റ്റ് സ്ട്രെയിറ്റ് ആണ് ഇരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. അതിന് ശേഷം കുറച്ച് ഭാഗത്തൊക്കെ ഇതുപോലെ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഭാഗത്തൂടെ നമ്മൾ കുറച്ചിങ്ങനെ സിമെൻറ്റ് എടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകും കേട്ടോ. നിങ്ങളിങ്ങനെ നോക്കിയാൽ കാണാം, ചില ഭാഗത്തൊന്നും കറക്റ്റായിട്ട് അത് ഫില്ലായിട്ടില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ബാക്കി ഭാഗത്തോട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഫുള്ളായി ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്യുക. ഉള്ളിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊട്ടിപ്പോവാനാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ വെയിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വെയിറ്റ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ എന്തായാലും ഇത് ഒരു ദിവസം നന്നായിട്ട് ഇരുന്നൊന്ന് ഉണങ്ങണം. ഈ വെയിറ്റ് വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് പൊന്തി പോവാതിരിക്കാനാട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഇരുന്നിട്ട് ഒരു ദിവസം ഒന്ന് ഇരുന്ന് ഉണങ്ങട്ടെ. അപ്പം അങ്ങനെ ഒരു ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് കാണാവുന്നതാണ് കണ്ടോ, നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിനെ പതുക്കെ എടുക്കാനുള്ള സമയമാണ്. അപ്പോൾ ആദ്യം നമുക്കിത് വളരെ ഈസി ആയിട്ട് തന്നെ എടുക്കാൻ കിട്ടി. നമുക്ക് മുകളിൽ ഇത് എടുക്കുമ്പോൾ കണ്ടോ ആ ഒരു ഷേപ്പൊക്കെ കറക്റ്റായിട്ട്, ആ ഒരു പാറ്റേൺ കറക്റ്റായി വന്നിട്ടുണ്ട്, ആ ടെക്സ്ചർ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കവർ യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രസമുള്ളൊരു ടെക്സ്ചറിനെ ഇതിൻ്റെ മുകളിലോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ജോലി എന്ന് പറയുന്നത് ഇതിനുള്ളിലുള്ള ഒരു പാത്രം കൂടെ എടുക്കലാണ്. അപ്പോൾ അതിന് മുമ്പ് കണ്ടോ നല്ല ടെക്സ്ചറാണ്. ഇനിയിപ്പോൾ നമുക്ക് ഉള്ളിലുള്ള പാത്രം കൂടെ പതുക്കൊന്ന് എടുക്കാൻ നോക്കാം. അങ്ങനെ നമ്മൾ മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം കറക്റ്റായിട്ട് നമുക്ക് ഫുള്ളായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് കുറച്ച് വെള്ള പെയിൻറ്റ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കാനാണ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് അക്രൈലിക് പെയിൻ്റാണ്. നിങ്ങളുടെ കയ്യിൽ ഇനി അക്രൈലിക് ഇല്ല എന്നുണ്ടെങ്കിൽ പോസ്റ്റർ കളറോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് അടിച്ചാൽ മതി കേട്ടോ. ഇനി ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇനാമൽ പെയിൻറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. പക്ഷേ ഇനാമൽ പെയിൻറ്റ് അടിക്കുമ്പോഴൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഈ പാറ്റേണൊക്കെ കവർ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബെറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ അക്രൈലിക് പെയിൻ്റ് എടുത്ത് ഇതുപോലെ അടിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഏകദേശം മൊത്തമായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മുകളിലുള്ളിലും കൂടെ ചെറുതായി ഒന്ന് ടച്ച് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ മൊത്തമായിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായി ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത കളർ, നമ്മളിപ്പോൾ ബ്ലാക്ക് കളർ എടുക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് കളർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മൊത്തമായി അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതും ബ്ലാക്ക് കളർ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ വേറെ വല്ല കളറ് നിങ്ങളുടെ അടുത്ത് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു കളർ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ പാറ്റേൺ മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്, അല്ലാതെ കളറും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടമുള്ള പോലെ ഇതുപോലെ കൊടുക്കുക. നമ്മളെന്തായാലും ബ്ലാക്ക് ഇതുപോലെ കൊടുത്തിട്ട് ഒന്ന് ഉണങ്ങാൻ വയ്ക്കണം. അപ്പോൾ എന്തായാലും നന്നായിട്ട് ബ്ലാക്ക് ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്കിതുപോലെ ബ്ലാക്ക് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എടുക്കാൻ പോണത് ഇതുപോലെ പഴയൊരു ബ്രഷാണ്.
അതിന് ശേഷം നമ്മൾ ഗോൾഡൻ കളറാണ് ഇതിലോട്ട് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഗോൾഡൻ കളറിലോട്ട് നമ്മൾ ഇതുപോലെ ബ്രഷ് ഇങ്ങനെ നന്നായി ഒന്ന് മുക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തെടുക്കുക. നന്നായിട്ട് നമുക്ക് എല്ലാ ഭാഗത്തോട്ടും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തെടുക്കുക. കണ്ടോ, ആ സ്പ്രേ ആകുമ്പോൾ ചെറിയൊരു എഫക്റ്റ് വരും. ആ ഒരു ഗോൾഡൻ കളർ ഇങ്ങനെ കുത്തായിട്ട് വരുമ്പോൾ കണ്ടോ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഇഷ്ടമുള്ള പാറ്റേൺസൊക്കെ നിങ്ങൾ ഇതുപോലെ കൊടുത്ത് നോക്കുക. ഏതാണോ നല്ല ഭംഗിയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അത് വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും മൊത്തം ഇതുപോലെ ഒന്ന് കൊടുത്ത് നോക്കാം. അങ്ങനെ ഏകദേശമൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനിപ്പോൾ. അപ്പോൾ കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇതിനുള്ളിലോട്ട് എങ്ങനെയാണ് ഒരു ചെടിയോ എന്തെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാനാണ്. ഇൻഡോർ പ്ലാന്റ് ഒക്കെ ഇതിനുള്ളിലോട്ട് ഈസിയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു ഇൻഡോർ പോട്ടായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് മണൽ ആദ്യം നിറച്ചു. അതിന് ശേഷം നമ്മൾ ഈ ഒരു ചെടിയാട്ടോ എടുക്കാൻ പോണത്. അപ്പോൾ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിനെ ബാക്കി കൂടെ മണൽ അതിനുള്ളിലോട്ട് ഇതുപോലെ നിറച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതുപോലെ കുറച്ച് പെബിൾസ് എടുത്തിരിക്കണം കേട്ടോ, നമ്മുടെ വെള്ളാരം കല്ല്. അപ്പോൾ ഇതുപോലത്തെ ഏതെങ്കിലും കല്ല് കിട്ടുകയാണെങ്കിൽ അതെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതേ കല്ല് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഏതെങ്കിലും നല്ല ഭംഗിയുള്ള കല്ലുണ്ടെങ്കിൽ ആ ഒരു കല്ല് വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ നിറച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് ഫുള്ളായിട്ട് നിറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റ് റെഡി. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. എന്തായാലും കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കണ്ടോ. ആ ഒരു ടെക്സ്ചറൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. നമ്മൾ ബ്ലാക്ക് കൊടുത്തുകൊണ്ട് കുറച്ചും കൂടി ഒരു മെറ്റൽ ലുക്കൊക്കെ ആട്ടോ വരുന്നത്. ഒരു മെറ്റലിൻ്റെ ഒരു ഫീലൊക്കെയാണ് നമുക്കിത് കാണുമ്പോൾ തന്നെ വരുന്നത്. നല്ല ബലമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സ്റ്റഡി റൂമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ടേബിളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ നമ്മൾ ചെറിയൊരു ഇൻഡോർ പ്ലാന്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ വെക്കാം. നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കിട്ടില്ലെങ്കിലും വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. എന്നാലും അടുത്ത എപ്പിസോഡ് കാണുമായിരിക്കും. ബൈ ബൈ.